Hi all, welcome to this session. കഴിഞ്ഞ സെഷനിൽ we have learned two important theorems, Norton's theorem and Thevenin's theorem. In this session we are going to learn maximum power transfer theorem. നമ്മൾ പഠിക്കാൻ പോകുന്നത് maximum power transfer theorem ആണ്. It says that it will give you the condition. നിങ്ങൾക്കറിയാം in a network a source is there and you will connect a load across that source. ഒരു source across ആയിട്ട് you will connect a load. So the source will deliver some power to the load. സോഴ്സ് എന്ത് ചെയ്യും, ഒരു പവർ ലോഡിലേക്ക് കൊടുക്കും. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത് വാട്ട് ഇസ് ദ കണ്ടീഷൻ അണ്ടർ വിച്ച് ദ സോഴ്സ് വിൽ ഡെലിവർ ദ മാക്സിമം പവർ ടു ദ ലോഡ്. സോഴ്സ് മാക്സിമം പവർ ലോഡിലേക്ക് നൽകാൻ നിങ്ങൾ എന്തൊക്കെ ആ സർക്യൂട്ടിൽ മാറ്റം വരുത്തണം, ആ കണ്ടീഷനാണ് ആര് പറയുന്നത്, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത്. ആൻഡ് ഇറ്റ് എക്സ്പ്ലെയിൻസ് ആൻ എ സി നെറ്റ്വർക്ക്. ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സോഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ വി ഹാവ് ടു കൺസിഡർ സംതിങ്. ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സോഴ്സ് ഉപയോഗിച്ചാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സോഴ്സും ഡയറക്റ്റ് കറണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാം. ഒന്ന് വേരി ചെയ്യുന്നു, ഒന്ന് കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷേ ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സർക്യൂട്ടിലേക്ക് വന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. സപ്പോസ് ഇഫ് യു ആർ ഹാവിംഗ് എ റെസിസ്റ്റൻസ്, റൈറ്റ്, and if you give a DC current, it will offer some resistance to that flow, or it will offer some hindrance to the flow of current, and we will call that one as resistance. അപ്പോൾ ഒരു 5 ആംപിയർ കറണ്ട് ഒഴുകി പോയാൽ R എന്ത് ചെയ്യും, അതിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യും. AC-ക്ക് you can have a 5 ആംപിയർ കറണ്ട്, റൈറ്റ്. നിങ്ങൾക്ക് ഒരു 5 ആംപിയർ കറണ്ട് എവിടെ എടുക്കാം, AC കറണ്ട് നിങ്ങൾക്ക് എടുക്കാം. ആ AC കറണ്ട് മാറിൽ കൂടി പോയാൽ അത് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. പക്ഷേ AC-യുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താ, ഈ 5 ആംപിയർ കറണ്ട് അറ്റ് ഡിഫറെന്റ് ഫ്രീക്വൻസി നിങ്ങൾക്ക് കിട്ടാം. ഇതൊരു ഫ്രീക്വൻസിയാണ്, ഇത് വേറൊരു ഫ്രീക്വൻസിയാണ്. നോക്കിയാൽ സ്പീഡ് കുറഞ്ഞു, സോ ഫ്രീക്വൻസി ഇൻക്രീസസ്. സോ ഇത് വേറൊരു ഫ്രീക്വൻസിയാണ്. സോ യു ക്യാൻ ഗീവ് AC കറണ്ട്, ദ സെയിം AC കറണ്ട് അറ്റ് ഡിഫറെന്റ് ഫ്രീക്വൻസി. ഒരുപാട് ഫ്രീക്വൻസി നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഒരേ കറണ്ട് നിങ്ങൾക്ക് കൊടുക്കാം. റെസിസ്റ്റൻസ് ആണെങ്കിൽ നിങ്ങൾ ആ കറണ്ടിന്റെ വാല്യൂ മാത്രമേ അത് ആശ്രയിച്ചിരിക്കൂ, അല്ലാതെ അതിന്റെ റെസിസ്റ്റൻസിനെ ഒന്നും അത് അതിന്റെ ഫ്രീക്വൻസി ഒന്നും ആശ്രയിച്ചിരിക്കത്തില്ല. ബട്ട് ഇഫ് യു യൂസ് സം കപ്പാസിറ്റൻസ് ഓർ ഇൻഡക്റ്റൻസ്, നിങ്ങളൊരു കപ്പാസിറ്റൻസോ ഇൻഡക്റ്റൻസോ ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ഹിൻഡ്രൻസ് ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് AC മീൻ. കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും, 5 ആംപിയർ കറണ്ടിനെ ബ്ലോക്ക് ചെയ്യും. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഫ്രീക്വൻസി വിച്ച് ഈസ് XC. ആൻഡ് അങ്ങനെ ഒരു ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. നേരത്തെ ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ് അല്ല, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് ആ വാല്യൂവിനെ മാത്രമേ അത് ആശ്രയിച്ചിട്ടുള്ളൂ. പക്ഷെ ഹിയർ ദാറ്റ് ബ്ലോക്ക് ഓഫ് ദാറ്റ് ഹിൻഡ്രൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് ദ AC or AC സപ്ലൈ. ദെൻ ദാറ്റ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ് റിയാക്ടൻസ്. അപ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിയാക്ടൻസ് എന്ന് പറയുന്നത്. റിയാക്ടൻസ് എന്ന് പറയുന്നത് അപ്പൊ റെസിസ്റ്റൻസിൽ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പക്ഷെ റിയാക്ടൻസിൽ ആര് ഡിപ്പെൻഡ് ചെയ്യും, ഫ്രീക്വൻസി. 5 ആംപിയർ 100 ഹെർട്സിനെ ബ്ലോക്ക് ചെയ്യുന്നത് പോലെ ആയിരിക്കത്തില്ല ഒരു കപ്പാസിറ്റൻസോ ഒരു ഇൻഡക്ടറോ 5 ആംപിയർ 200 ഹെർട്സിനെ ബ്ലോക്ക് ചെയ്യും. ഫ്രീക്വൻസി മാറുന്നതനുസരിച്ച് അവിടെ എന്തും മാറും, റിയാക്ടൻസും വേരി. So if you are using a capacitance, the reactance value is XC, which is 1 by C omega, or 1 by C into 2 pi L. This is the capacitance value, and it is inversely proportional to frequency. If you increase frequency, reactance decreases. Hindrance correct. But in the case of an inductor, the reactance value is XL, which is L omega, and it is given by L into 2 pi. Here you can see when frequency increases, the reactance increases, hindrance കൂടും. When frequency decreases, reactance also decreases. So these are the two values. In resistors, it doesn't depend on the frequency of AC supply, but if you are using some components like capacitance or inductance, it will depend on the frequency of AC means, and that dependency is called reactance. So we have to consider that frequency dependency part while describing this maximum power transfer theorem. So if a circuit consists of a resistance and reactance or capacitance or inductance, which means if a circuit has both resistance and reactance,
if you are giving an AC supply, you have to expect resistance and reactance. Then we will call the total hindrance as impedance. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? Impedance. The impedance has the resistance, the complex number with resistance as the real part and reactance as the imaginary. So impedance of the circuit is nothing but അവിടെ റെസിസ്റ്റൻസിന് പുറമെ കപ്പാസിറ്റൻസോ ഇൻഡക്റ്റൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു റിയാക്ടൻസ് അവിടെ ഉണ്ടെങ്കിൽ we will call that one as impedance. So it has a real part which depends on the magnitude of the current and a reactance part which depends on the frequency. So it is given by R plus J X, which is the modulus of Z is nothing but root of R square plus X square. So we have to consider this reactance part while, or we have to say this impedance while you describe an AC network. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇംപിഡൻസ് എന്നും റിയാക്ടൻസ് എന്നും ഒക്കെ ആയിരിക്കും. കാരണം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു AC നെറ്റ്വർക്കാണ്. തിയറത്തിലേക്ക് ഒരിക്കൽ കൂടെ. സോ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിലേക്ക് പോവുകയാണ്. We have a circuit. Here you can see a AC source with this internal resistance Zi. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് Zi കൊടുത്തു? കാരണം സർക്യൂട്ടിൽ റിയാക്ടൻസ് ഉള്ളതുകൊണ്ട്. And ZL is the load resistance. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നാം ഇതുവരെ നമ്മൾ എന്തുകൊണ്ട് ഇംപിഡൻസ് എടുത്തില്ല മുന്നേ പറഞ്ഞു. കാരണം അവിടെ എല്ലാം നമ്മൾ DC സോഴ്സ് ആണ് ഉപയോഗിച്ചത്. Here we are using an AC network. You can see the source is AC. So you have a AC source, or here you have a network with an AC source with this internal impedance Zi connected to a load resistance with impedance Zn. So Zi is nothing but Ri plus Jxi. J is the imaginary. Zl equal to RL plus Jxl. സാധാരണ നമ്മൾ ഐക്ക് പകരം സർക്യൂട്ട് തിയറിക്ക് J ആണ് ഉപയോഗിക്കുന്നത്. RL plus Jxl. So what is the condition? So maximum power transfer theorem states the condition under which the maximum power will be delivered to the load. So the condition is when the resistive components of the impedances of the load and sources are equal. The resistive components of the impedance of the load and the source are equal. നിങ്ങളുടെ ലോഡിന്റെയും സോഴ്സിന്റെയും ഇംപിഡൻസിലെ റെസിസ്റ്റീവ് കമ്പോണൻസ് എന്തായിരിക്കണം? ഈക്വൽ ആകണം. If you want to get the maximum power. So here these are the two impedance. So the resistive part is Ri for Zi and the resistive part is RL for Zl. So the first condition states that the resistive components of the impedance of the source and load are equal, which means Ri must be equal to R. If you want to get the maximum power, this Ri part must be equal to RL part. Load in the resistance, source in the resistance, equal. And the next condition is the reactive components of the impedances of the source and load are equal but opposite in sign. ഇവിടുത്തെ റിയാക്റ്റീവ് കമ്പോണൻസ് ആരൊക്കെയാ? Xi യും Xl. So the second condition states that this Xi must be equal to Xl but opposite in sign, which means Xi must be equal to minus Xl. These are the two conditions. So this is the maximum power transfer theorem. This states the condition, and the condition is you will get the maximum power when the resistive components of load and source are equal and the reactive components of load and source are equal but opposite in sign. ഈ രണ്ട് കണ്ടീഷനും വരണം. ഒരു കണ്ടീഷൻ വന്നാൽ പോരാ. Ri ഈക്വൽ ടു RLO ആയിരിക്കണം, Xi ഈക്വൽ ടു മൈനസ് Xl ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കത്തുള്ളൂ. നെക്സ്റ്റ് വി നീഡ് ടു പ്രൂവ് ദീസ് ടു കണ്ടീഷൻ. ഈ രണ്ട് കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. മനസ്സിലായല്ലോ? എന്താണ് എൻ്റെ സ്റ്റേറ്റ്മെന്റ് പിടികിട്ടിയല്ലോ? സോ ടു പ്രൂവ് ദീസ് ടു കണ്ടീഷൻ, ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം, നമുക്ക് ജസ്റ്റ് ഫൈൻഡ് ഔട്ട് വാട്ട് ദ പവർ ഡെലിവേർഡ് ടു ദ ലോഡ് ആണ്. വി ഹാവ് ടു get an expression for the power delivering to the load. I എന്ന് പറയുന്ന കറണ്ട് ഒഴുകുന്നു, Z എന്ന് പറയുന്ന ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എത്രമാത്രം പവർ ZL കിട്ടുന്നു. അങ്ങനെ ആ പവറിന്റെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ആ പവർ ഏതൊക്കെ വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് മനസ്സിലാവും. ആ ഡിപ്പെൻഡൻസിയിൽ നിന്നും വി ക്യാൻ ഇവോൾവ് ദാറ്റ് ടു കണ്ടീഷൻസ്. നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് വി വിൽ റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ പവർ. So let I be the current. So what is the expression for the power delivered to the load? P equal to, what is the expression for the power delivered to the load? P equal to I square is L, right? I square is L. What is IL? What is I? I is the maximum current. അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ ഫസ്റ്റ് വി നീഡ് ടു നോ വാട്ട് ഇസ് ദാറ്റ് മാക്സിമം കറന്റ്. എത്രയായിരിക്കും ആ മാക്സിമം കറന്റ്?
You know the formula. What is the maximum current I? I equal to current equal to voltage by total resistance. What is the voltage here? It is EMF E. And what is the total resistance here? ZI plus ZL. So it is the impedance ZI plus ZL. Just substitute this one and write the real part and imaginary part, so that you will get E by Ri plus RL plus J into Xi plus Xl. Ri plus RL plus J into Xi plus Xl. So this is the value of the current. So it has real part and imaginary part, and we have to find out what is the modulus value of that current. What is the magnitude? Modulus value of that current, it is nothing but what? Mod I. It is equal to E by, here you have to change the modulus of this value. This one is root of Ri plus RL the whole square plus Xi plus XL the whole square. Okay, so this is the modulus value of the current. E by root of Ri plus RL the whole square plus Xi plus XL the whole square. മനസ്സിലായി? ഇത് ഇമാജിനറി പാർട്ടുകളുണ്ട്. നമുക്ക് ആ മോഡുലസ് വാല്യൂ മാത്രം മതി. അതുകൊണ്ടാണ് ഇത് ഈ ഒരു ഇമാജിനറി കൊണ്ട് നമുക്ക് ആംഗുലർ ഡിപ്പെൻഡൻസി ഓഫ് കറണ്ട് ഒക്കെ കണ്ടുപിടിക്കാം. കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാനാണ് ഇമാജിനറി വാല്യൂവിന്റെ ഉപയോഗം. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നമുക്ക് എന്ത് മാത്രം മതി? റിയൽ വാല്യൂ മാത്രം മതി. അതായത് എത്ര ഒരു കറണ്ട് ഒഴുകുമ്പോൾ എത്രമാത്രം ഹീറ്റ് ജനറേറ്റ് ചെയ്യും, ആ മാഗ്നിറ്റ്യൂഡാണ് എൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത്. So it is given by E by root of Ri plus RL the whole square plus Xi plus XL the whole square. So what is the power delivered? P എന്ന് പറഞ്ഞാൽ it is I square Z നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. So what is the real power? Real power ഇവിടെ നമുക്ക് വേണ്ടത് മാഗ്നിറ്റ്യൂഡ് മതി. So the power equal to I square. ZL ന്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ RL ആണ്. So it is I square RL. So here you get what? E square by Ri plus RL the whole square plus Xi plus XL the whole square. So real power equal to I square RL, which is E square by Ri plus RL the whole square into Xi plus XL the whole square into R. So this is the real power delivered to the load. ഞാൻ പറഞ്ഞു നമുക്ക് കണ്ടീഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം പവറിന്റെ എക്സ്പ്രഷൻ എഴുതി നോക്കി അതിന്റെ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യേണ്ടി വരും. അപ്പം വി wrote the expression for the power. അവിടെ നമുക്ക് I വേണ്ടി വന്നു. So we found out what is I and just substitute and just find out what is the real value of that power. So it is E square RL by Ri plus RL the whole square plus Xi plus XL the whole square. So here the source is constant. നിങ്ങൾ സോഴ്സ് കൊടുത്താൽ അത് കോൺസ്റ്റന്റ് ആണ്, which means Ri and Xi and E is constant, which means the impedance and the voltage of the source is constant. Source are constant. അപ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെ വേരി ചെയ്യുന്നുള്ളൂ? നമ്മൾ ലോഡാണ് വേരി ചെയ്യുന്നത്. ആ ലോഡ് വേരി ചെയ്യുമ്പോൾ എത്രമാത്രം മാക്സിമം പവർ കിട്ടാനുള്ള കണ്ടീഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഒരു ലോഡ് വെക്കുമ്പോൾ പവർ കുറവായിരിക്കും. യു ജസ്റ്റ് ചേഞ്ച് ദ വാല്യൂ. അപ്പോൾ എന്തൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും? You have to change the RL part and XL part. You have to change RL and XL. So the power delivered to the load depends on RL and XL since E, Ri and Xi are constant. കാരണം നമ്മൾ സോഴ്സ് വെച്ച് അത് മാറ്റുന്നില്ല. ലോഡ് മാറ്റിയാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത്. ലോഡ് മാറ്റുമ്പോൾ you will have to vary RL and XL. So the reactive components മാറും, resistive components മാറും. So from the power expression we have concluded that the power delivered to the load varies with RL and XL. We have the variation in power if you vary XL, you have the variation in power when you vary RL. So that you can expect two terms. This is the variation of power with respect to XL, dou P by dou XL, and this one is the variation of power with respect to RL. So നിങ്ങളുടെ രണ്ട് കണ്ടീഷൻ നമുക്ക് വേണ്ടത് എന്താണ്? What are the two conditions under which the power delivered to the load is maximum? രണ്ട് കണ്ടീഷൻ വരുമ്പോഴും പവർ ഡെലിവേർഡ് ടു ദ ലോഡ്
മാക്സിമത്തിലെ രണ്ട് വേരി ചെയ്യാൻ പറ്റുന്ന രണ്ട് പാർട്ട് ഡോ പി ബൈ ഡോ എക്സലും ഡോ പി ബൈ ഡോ ആറും. സോ വാട്ട് ദ മാക്സിമം പവർ or what the value of XL when the power is maximum? XL in the value etra power maximum output. At that time, what is dou P by dou XL? It must be 0. So by using this condition, so you have the expression for power P. Just find out dou P by dou XL and then equate to 0. You will get the condition for reactance. Then you find out dou P by dou RL, okay, and then equate the term to 0. Then you will get what is the condition for resistance. അപ്പം റിയാക്റ്റൻസും റെസിസ്റ്റൻസും വാല്യൂ പവർ എത്ര പവർ മാക്സിമം ആകുമ്പോൾ എത്രയും ചോദിച്ചാൽ പവർ മാക്സിമം ആകുമ്പോൾ ഈ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്തിലേക്ക് പോയേ പറ്റും? സീറോയിലേക്ക് പോയേ പറ്റും. സോ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് സീറോയിലേക്ക് പോകുമ്പോൾ വാട്ട് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വാട്ട് ദ വാല്യൂ ഓഫ് ആർ എൽ? ഇറ്റ് വിൽ ഗിവ് യു ദി ടു കണ്ടീഷൻസ്. ജസ്റ്റ് ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ഡോ പി ബൈ ഡോ എക്സൽ. ഡോ പി ബൈ ഡോ എക്സൽ എന്ന് നോക്കിക്കേ. സോ ഡോ പി ബൈ ഡോ എക്സൽ. സോ ദിസ് ഇസ് ദ part. So E square is constant. RL by RL plus RL the whole square plus XI plus XL the whole square. So quotient rule. Denominator into derivative of the numerator. So numerator is RL. So what is dou RL by dou XL? It is 0. Okay. So E square into 0. Denominator into derivative of the numerator is 0. Minus numerator into derivative of the denominator. So here it is 0. So here you have the value 2 into xi plus xl. കാരണം dou p by dou xl ആണ് ചെയ്യുന്നത്. So it is 2 into xi plus xl. Divided by this is xi plus xl divided by denominator square. Ri plus RL the whole square plus xi plus xl the whole square. So this is the value dou p by what? Dou xl. E square into 0 minus RL into 2 into xi plus xl divided by Ri plus RL the whole square plus xi plus xl square the whole square denominator square വേണം. So what is the value? This one dou p by dou l equal to 0 ആയിരിക്കണം. dou p by dou l 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ just cross multiply. This one is equal to 0. So E square into 0 0. So you will get what? You will get minus 2 E square RL into xi plus xl equal to 0. Minus 2 E square RL xi plus xl equal to 0. So what is xi plus xl? Xi plus xl equal to 0. Xi plus xl equal to 0. So you will get the condition. It is xi must be equal to minus xi എന്ന് പറയുന്നത് ആരായി? മൈനസ് xl ആയി. So the reactance must be equivalent opposite for getting the maximum power at the load. Load maximum ആകാൻ load power maximum ആകാൻ reactance എന്തായിരിക്കണം? Equivalent opposite ആയിരിക്കണം. So ഇതാണ് ചെയ്യേണ്ടത്. Just find out dou p by dou xl. This is dou p by dou xl. ആ സ്റ്റെപ്പുകൾ ഒന്ന് നോക്കുക. Denominator into derivative of the numerator minus numerator into derivative of the denominator by denominator square. Cross multiply here, you will get what is xi. Xi will be equal to minus xi. So next നിങ്ങൾ എന്ത് ചെയ്യണം? You have to find out dou p by dou RL and then equate to 0. ചെയ്ത് നോക്കിക്കേ. So dou p by dou RL നോക്കുക. So ഇവിടെ p റിയലിന്റെ നിങ്ങൾ എഴുതിയ എക്സ്പ്രഷനിൽ we have already proved that xi equal to minus xl. So you have to put that condition here. അതുകൊണ്ട് തന്നെ ഡിനോമിനേറ്ററിൽ ഇപ്പോൾ ആദ്യം മാത്രമേ ഉള്ളൂ RI plus RL the whole square ഉള്ളൂ. കാരണം മാക്സിമം പവർ വേണമെന്നുണ്ടെങ്കിൽ xi must be equal to minus xl ആയിരിക്കണം. അപ്പം ഈ ടേം വാനിഷ് ആവും. സോ ദാറ്റ് പഴയതുപോലെ ഡിനോമിനേറ്റർ ആരേ ഉള്ളൂ? RI plus RL the whole square into derivative of the numerator minus numerator into derivative of the denominator by denominator square. xi plus xl the whole square ഇല്ല. It is equal to 0. So that cross multiply that you will get an expression like this. Ri plus RL the whole square minus 2RL Ri plus RL equal to 0. Just solve.
അതായത് Ri plus Rn the whole square equal to 2RL Ri plus Rn. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ Ri plus Rl കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ you will get Ri plus Rl minus 2RL equal to 0 or Ri minus RL equal to 0, which means Ri equal to Rl. So in this way we have proved the two conditions: Xi must be equal to minus XL and Ri must be equal to Rl. ഒന്ന് ഡോ പി ബൈ ഡോ XL ചെയ്യുന്നു, വേറൊന്ന് ഡോ പി ബൈ ഡോ RL. മനസ്സിലായല്ലോ? ഈ രണ്ട് കണ്ടീഷൻ പ്രൂവ് ചെയ്യാൻ. അപ്പോൾ എസ്സേയിൽ you have to state the maximum power transfer theorem and also you have to prove the maximum power transfer. So you have to prove the two conditions also. Hope you understand how to get these two conditions. Next we want to learn what is the efficiency of the circuit under this maximum power transfer condition. നിങ്ങൾ ഈ maximum power transfer condition കൊടുക്കുമ്പോൾ what is the efficiency of the circuit ആണ് നമുക്ക് അടുത്തത് നോക്കാം. So this is the power delivered to the load. So the expression for the maximum power P max എത്രയെന്ന് ചോദിച്ചാൽ we have the condition 1, Ri must be equal to RL and Xi must be equal to minus XL. ഈ രണ്ട് കണ്ടീഷനും ഇവിടെ കൊടുക്കണം. Then you will get the expression for P max, maximum power. So this E square RL, so Ri plus RL. Ri യും RL എന്തായിരിക്കണം? Same ആയിരിക്കണം. So it is 2RL, 2RL the whole square. ഇവിടെ എന്താവും? 0. So the expression is E square RL by 2RL the whole square, which is 4RL square. So the expression for maximum power is E square by 4RL. E square by 4RL. So this is the expression for P max. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കേണ്ട ഒരു ഫോർമുല ആണ്. What is the maximum power delivered to the load? It is E square by 4RL. എന്ത് ചെയ്താൽ മതി? പവറിൽ നമ്മൾ കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ മതി. Now we have to find out what is the efficiency. So this is the power delivered to the load. Efficiency is power delivered to the load or power transfer divided by input power. What is the input power? Input power എത്രയാ? Here the input power is E square by R. So it is R means total impedance. Zi plus Zl. E square by Zi plus Zl. We are using the maximum power transfer condition. So just put what is Zi? Zi equal to Ri plus jXi. And what is Zl? RL plus jXi. So we are using the condition Xi equal to minus XL. Term 0. Ri, RL എന്തായിരിക്കണം? Same ആയിരിക്കണം. It will be equal to Ri. So that the expression is E square by 2RL. ഈ രണ്ട് ഇതിലും കൂടെ കൊടുത്താൽ മതി. Xi equal to minus XL. അത് ഇമാജിനറി പാർട്ട് ക്യാൻസൽ ആവും. അപ്പോൾ Ri plus RL വരും. പക്ഷേ Ri യും RL ഉം എന്താണ്? സെയിം ആണ്. So that the input power is E square by 2RL. Then what is the efficiency eta? Efficiency eta equal to power transferred divided by input power. Power transferred divided by input power. What is the power transferred? It is E square by 4RL divided by input power divided by E square by 2RL. So cross multiplication will become 2RI by E square. So E square cancel ചെയ്യും. Ri RL is same. So it is eta equal to 1 by 2 or it is 0.5, which is nothing but 50%. So this is the interesting result. So the efficiency of the circuit under the maximum power transfer condition is only 50%. Even though you will get the maximum power, only the 50% of the input power is transferred to the load. About power load സോഴ്സിന്റെ 50% മാത്രമേ ലോഡ് കിട്ടുന്നുള്ളൂ. അതാണ് ഏറ്റവും മാക്സിമം. So this you have to understand. This is the maximum power, which doesn't mean that the source is delivering all its power to its load. It's delivering only the 50% of its power to its load. Under that condition, we will say the power delivered to the load is maximum. If you draw a figure or if you draw a graph with output power in y-axis and resistance, load resistance in x-axis, if you increase load resistance, the power will increase
then it will reach to a maximum value and then decrease. And at this point, the power will reach to a maximum point when Rn equal to Rn. At that time, we will call that power as P max. At that time, we will call that power as P max. So, ഇത്രയേ ഉള്ളൂ maximum power transfer theorem. You have to state that two condition and you have to prove that two condition and you have to say what the efficiency of the circuit under maximum power transfer condition. It is only 50%. You have to by heart this value of this. Sorry, the expression for P max, which is E square by 4 R. നന്നായിട്ട് നോക്കുക. If you have any doubt, please ask. Thank you.